TV ഓഫ് ചെയ്യണം. നമ്മളിന്നൊരു സ്ഥലത്ത് പോവാണ്. പറഞ്ഞതല്ലേ ആരോനോട്, കുഞ്ഞുവാവയുടെ 28 കെട്ടിന് പറഞ്ഞല്ലേ? കുഞ്ഞുവാവയുടെ 28 കെട്ടാൻ പോകണ്ടേ? TV ഓഫ് ചെയ്യ്, എന്നാലും നമുക്ക് പോകാൻ പറ്റൂ. എവിടെ പോവാ? അരിഞ്ഞാണം കേടാ, അവനൊന്നും അറിയത്തില്ല അല്ലേ? അരിഞ്ഞാണം എന്താണെന്നും അറിയത്തില്ല. അരിഞ്ഞാണം ഉണ്ടോ നിനക്ക്? വേണ്ട, കാണിക്കണ്ട. ഹായ്. അപ്പോഴേ ഇന്ന് നമ്മുടെ കുഞ്ഞുവാവയുടെ 28 കെട്ട് ചടങ്ങിന് വേണ്ടി പോവാട്ടോ. അപ്പം നമ്മൾ പോകുന്ന റാന്നിയിലേക്കാട്ടോ. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഡ്രസ്സല്ല കേട്ടോ, വേറെ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഒന്ന് റെഡിയായി. ആരോൺമോൻ്റെ TV ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അവനൊന്ന് ഒരുക്കി എടുത്തുകൊണ്ട് പോകുന്ന പാട്. അവനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നു. പെട്ടെന്ന് റെഡിയായിട്ട് നമുക്ക് അവിടേക്ക് ഒന്ന് പോയേക്കാം. അപ്പം ഞങ്ങളിവിടെ എത്തി, റാന്നിയിലെത്തി. അപ്പോൾ ചടങ്ങൊക്കെ നമ്മൾ വന്നതിന് ശേഷമാണ് കഴിഞ്ഞത്. ചടങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചുറ്റിനും കൂടി അങ്ങനെ നിന്നപ്പോൾ അവനാകെ ഒരു ഇറിറ്റേഷൻ. പക്ഷെ നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും പച്ച കളറിലത്തെ ആട്ടോ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി, ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാവരും പച്ച ഇട്ടിരിക്കുന്നത്. ഇതാട്ടോ ഞങ്ങളുടെ കഥാനായകൻ കുഞ്ഞുവാവ. അപ്പോൾ അതേ ആരോണ് അവനെ എടുക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ. പക്ഷെ നമുക്ക് അവനെ കൊടുക്കാൻ പറ്റത്തില്ല. കൊച്ചു കുഞ്ഞല്ലേ, 28 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവന് കരച്ചിലൊക്കെ കഴിഞ്ഞ് അവനിങ്ങനെ ഉറങ്ങാനുള്ളൊരു മൂഡിലിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ അവനെ ഒന്ന് കളിപ്പിച്ച്, കാരണം ആരോൺ സമ്മതിക്കത്തില്ല. അവനെ കൊടുക്കുന്നും പറഞ്ഞുള്ള ബഹളാട്ടോ. അവന് ഒരേത്തെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇവൻ്റെ ചുറ്റിനും ആളുകളാണല്ലോ. ഇന്നത്തെ ദിവസം ഇവൻ വലിയ VIP ആണല്ലോ. എല്ലാവരും ചുറ്റിനും ഉണ്ട്. കൊച്ചു പിള്ളേർക്ക് എല്ലാവരെയും അവനെ ഒന്ന് എടുക്കണം. പക്ഷെ അവൻ സമ്മതിക്കത്തുമില്ല, കരച്ചിലും കൂടിയാണ്. എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ അമ്മാച്ചനും അമ്മായി മമ്മിയുടെ അനിയത്തിയും ആട്ടോ അത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇവരൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും കൂടി കാണുന്നത്. എൻ്റെ അമ്മാച്ചനാട്ടോ ഇത്, പ്രിയപ്പെട്ട അമ്മാച്ചനാണ് കേട്ടോ. സണ്ണി അമ്മാച്ചൻ ഭയങ്കര ബിസിയുള്ള ആളാട്ടോ. കിട്ടത്തില്ല കാണാൻ. ആളെ കിട്ടാൻ ഇച്ചിരി പാടാ. ഇപ്പൊ കിട്ടിയ സമയത്ത് ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മച്ചി ഇല്ലേ? അല്ലേ കുഞ്ഞമ്മച്ചി, എന്റെ മമ്മിയുടെ അനിയത്തി കുഞ്ഞമ്മച്ചി. പ്രേക്ഷകരോട് പറയുന്നു ഇതാണ് ഇവിടുത്തെ മമ്മി. ഇവരെല്ലാരും ഒരുപോലെ ഇരിക്കുന്നില്ല. ഇനിയുണ്ട് രണ്ടുപേരും. ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല, കഴിപ്പിലാണ്. കഴിപ്പില്ല. അമ്മായിയെ ഓടി വായോ. ഇതെൻ്റെ ബ്രദറ്, എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോനാണ്. അവന് നല്ല ഹൈറ്റ് ആട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിറക്കുക. ഫോണിലെ വീഡിയോ ഞാൻ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാന്ന് പറഞ്ഞ് നിൽക്കുക. ഈ പൊക്കം കാരണം എനിക്ക് പറ്റാത്തില്ല. ഞാൻ ഫോൺ പറയാ. ഇത് എൻ്റെ ബ്രദർ പേര് പറയണേ. ജെയിൻ വി എബ്രഹാം വേണ്ട, ഞങ്ങൾക്ക് ജെയിൻ മതി. ജെയിൻ മതി. ഇതെൻ്റെ ബ്രദർ. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാരാ? ഓരോരാളിയൊന്നും അല്ല കേട്ടോ, വേറെ ആളിയനിട്ട് കേക്കണ്ട. ആ പോട്ടെ, മൂത്തളിയൻ. ഇത്രയും പൊക്കമുണ്ട് ഇവര്, കണ്ടില്ലേ? പൊക്കം കണ്ടോ? ആ പാവം, ഞാൻ ആ പാട് ഇത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനിയുണ്ട് ഇവിടെ ഒരാള് കേട്ടോ. ഇതാണ് ജിൻസ്. ഇത് ഞാൻ വൈറലാക്കും. ഇത് വൈറലാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ എല്ലാം കേട്ടോ. എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ, അല്ലേ? കുറച്ച് പേർക്കൊക്കെ അറിയാം. വലിയൊരു ഭാവിയിലോട്ട് നല്ലൊരു വലിയൊരാളാകാൻ പോകുന്ന ഒരാൾ, എങ്ങനെ പറയാം. ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞു. നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ ഭാഗം കേട്ടോ. ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മലയുടെ മലമുകളെന്ന് പറയും. പക്ഷേ കുറച്ച് കയറ്റമൊക്കെ കയറി റബ്ബർ തോട്ടം ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടം. അപ്പോൾ അവിടെയൊക്കെയാണ് കാണാം. പണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വരുമായിരുന്നു, ഇതിൻ്റെ മുകളിലൊക്കെ കയറുമായിരുന്നു.
നല്ല രസമായിരുന്നു. നല്ല രസമുള്ള സ്ഥലം. കാപ്പിക്കുരു കണ്ടിട്ടില്ല? ഇതേ കാപ്പിക്കുരു കാണിക്കുന്ന ഒരാളത്. ഇത് തിന്നാൻ പറ്റും കേട്ടോ നമുക്ക്. കാപ്പിക്കുരു കാപ്പിക്കുരു കഴിക്കാൻ പോയതാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ സ്ഥലം കൂടി ഒന്ന് റബ്ബറാട്ടോ ഇവിടെ. അത് പശയല്ല, റബ്ബറാ. തുടരുത്. അത് പശയല്ല, അതാണ് റബ്ബർ. റബ്ബർ ഹലോ ഹലോ. ആ കാടല്ല, മല. മല ഇവിടെ മൊത്തം. ഇത് മൊത്തം ഫോറസ്റ്റ് അല്ലേ എന്ന് പറയുന്നില്ല. ഈ ഫോറസ്റ്റിനകത്തൊരു വീടും ചുമ്മാട്ടോ. ഇത് നമ്മുടെ സ്ഥലമാട്ടോ. ഇവിടെ ഇങ്ങനെ റബ്ബറാണ്. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണ്. അയ്യോ അവിടൊക്കെ എനിക്ക് പേടി. അയ്യോ എനിക്ക് വേണ്ട. ഇവനെ കൊണ്ടാ വന്നത്. ഇതുകൊണ്ട് മഹാമറുപ്പ ഇവിടെ. മഹാ അലമ്പ ഇവൻ ആരോണ് ഭയങ്കര അലമ്പ. ഇത് വേണമെങ്കിൽ എടുത്തോ. ഏറ്റവും നല്ല സാധനം. നിങ്ങൾക്ക് നല്ല വിറ്റാമിൻ ആയിരിക്കും. അയ്യോ ഇല്ല, കഴിക്കുന്നതല്ല. ചുമ്മാ പറഞ്ഞ കേട്ടോ, വെറുതെ കഴിക്കുന്നൊന്നും അല്ല. ചുമ്മാ പറഞ്ഞതാടി, വെറുതെ പറഞ്ഞത്. ഇത് വിറ്റാനൊന്നും അല്ല പിള്ളേരെ. ഇവിടെ റബ്ബറിനകത്തൊന്നും ഇല്ല. വെട്ടിയിട്ടില്ല, ഇത്രേ ഉള്ളൂ. റബ്ബറിൽ ഒന്നും ഇല്ല. കണ്ടോ? എവിടെ പൂക്കൾ കൊള്ളാല്ലേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇല്ല, നല്ല രസം ഉണ്ടായിരുന്നോടി. ആൽബിയായിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിന്റെ ഇഷ്ടം ആര് നോക്കുന്നു? സോറി. അയ്യോ ഒന്നും പറയല്ലേ, ഇനി പറയേ വേണ്ട ഒന്നും പ്ലീസ്. അടിപൊളി സ്ഥലമില്ലേ? കാണാൻ കൊറ്റായിട്ടുള്ളൊരു പ്ലേസ് അല്ലേ? നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ ആരോണെ കൊണ്ടൊന്നും ഇവിടെ പറ്റത്തില്ല. ഇല്ലേ ആരോണെ? സൈലന്റ് അല്ല, വയലന്റ് ആക്കും. ഇല്ലേ ആരോണെ? പറ. ശബ്ദം ഭയങ്കര സൗണ്ടാ. സൈലന്റിനെ വയലന്റ് ആക്കുന്ന ആളതേ ഇരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാന്ന് ഓർത്തിട്ട്. കുറേ നാളായാലും ഇവിടെയൊക്കെ വന്ന് ഒക്കെ കയറി ഇറങ്ങിയിട്ടെന്ന് ഓർത്തിട്ടാണ്. നിറച്ച് സ്ഥലമുണ്ട്. പക്ഷെ ഉണ്ടല്ലോ വേറൊരു കാര്യം കേട്ടോ, ഇവിടെ ഈ രാത്രിയിലൊക്കെ ഈ പന്നിയില്ലേ, പന്നി അത് ഇറങ്ങുമെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ശബ്ദത്തോടെ വരും. ആൽബി എഴുന്നേറ്റു പേടിച്ചിട്ട്. ഇപ്പൊ വരത്തില്ല. രാത്രി എന്നാ പോട്ടെ. രാത്രിയിലേ വരത്തുള്ളൂ, ഇപ്പൊ വരത്തില്ല കേട്ടോ. രാത്രിയിലൊക്കെ വരും കേട്ടോ. കാരണം ഇപ്പം വീടുകൾ ഇപ്പോൾ ഓരോ കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വരും. അത് വന്ന് ഭയങ്കര ശല്യമാണ് ഇവിടെ. അങ്ങനെയാ. അതാ നമുക്ക് ഇപ്പോൾ എഴുന്നേക്കാം. കുറച്ച് ഡെവലപ്മാർക്ക് വിട്ടു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ബാ, ലെറ്റ്സ് ഗോ. പന്നിക്കുഞ്ഞ് നിന്നെ കാണുമ്പോഴേ പേടിച്ചോടും. അങ്ങനത്തെ ആളല്ലേ. നല്ല കളിയായി. സ്റ്റെപ്പില്ല, പക്ഷെ മേളിൽ ഇങ്ങനെയേ ഉള്ളൂ. കണ്ടോ? കേറിക്കോ. കുയിലാണോ അലയ്ക്കുന്ന? എന്താ ശബ്ദം? പന്നിക്കുട്ടിയാണോ? പന്നിക്കുട്ടിയാണോ? ഒന്ന് ഓടിക്കോണേ. ഒറ്റ ഓട്ടം ഓടിക്കോ. എവിടെ വരാത്. അവിടെയൊക്കെ കുഴിയൊക്കെ ഉണ്ട്. കണ്ടോ? അതാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് റബ്ബറാട്ടോ. അങ്ങോട്ട് എല്ലാം അങ്ങ് റബ്ബർ, ഫുൾ റബ്ബറാണ് സ്ഥലം. അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. ഫുള്ള് റബ്ബർ. ഇതെല്ലാം നമ്മൾ റബ്ബർ നട്ടിട്ടുണ്ട്. അത് എടുക്കുന്ന എവിടെ? വേണ്ട അവിടെ വേണ്ട. അവിടെ റോഡുണ്ട് കേട്ടോ. ആളുകളൊക്കെ പോകുന്നുണ്ട് ബൈക്കിലൊക്കെ. ചെറിയ വഴിയുണ്ട് എൻ്റെ ഇടയിൽ. പക്ഷെ ഇതൊക്കെ ഇപ്പോഴാട്ടോ കൊടുത്തത്. നേരത്തെ ഒന്നും ഇവിടെ റോഡ് അങ്ങനെ മുകളിലില്ലായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ കണ്ടോ? ഇതാണ് നമ്മുടെ വ്യൂ. മുകളിലോട്ടൊക്കെ ഉണ്ട് വീട്. അങ്ങേറ്റത്ത് അവിടെ കാണുന്ന എല്ലാം, ആ ഭാഗത്ത് കാണുന്നൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഓയ് ഇനിയിപ്പോൾ ഇറങ്ങിക്കോ. ഇനി പോയേക്കാം. പൊക്കോ മതി. ഇതാണ്ട് താഴെ കാണുന്ന കേട്ടോ നമ്മുടെ വീട്. അവിടെ കാണുന്ന നമ്മുടെ വീട്.
ഒരു ടാങ്കൊക്കെ ഇരിക്കുന്നത് അതാട്ടോ നമ്മുടെ വീട്. ഇറങ്ങട്ടെ. പോട്ടെ. ഓ ഇനി ഞങ്ങൾ ഇറങ്ങി പോട്ടെ. ഇത് ഇവിടെ നീറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇറക്കമാണ് വീടിന് താഴെ വശം. ഇത് കണ്ടോ, ഇറങ്ങി ആൽബിയ ചാടിപ്പോയി. ആരോൺ വരണ്ട ഇനി. കണ്ടോ ഇങ്ങനെ വേണം ഇറങ്ങിപ്പോയി. ഇനി ഞാൻ ഇറങ്ങുന്നു നോക്കട്ടെ. ആൽബിയ ഇനി നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അമ്മാച്ചന് വീട് വെക്കുന്നുണ്ട് കേട്ടോ. കയ്യാലയൊക്കെ ഇടിച്ച് മാറ്റിയിട്ടാണ് നമ്മളവിടെ വീട് വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. നമ്മൾ ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റി പിടിച്ചുകൊണ്ട് കണ്ട് വലിയ മലയായിരുന്നു. നമ്മളിപ്പോൾ മേളിൽ കയറിപ്പോയില്ലേ, അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലം. അപ്പോൾ അത്രയും മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഒരു വീട് വെക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അവിടെ നിറച്ച് വെള്ളം. ഈ കാന്താരിയെ കണ്ടോ, വലിയൊരു കാന്താരി കേട്ടോ, അടങ്ങിയിരിക്കത്തില്ല. പക്ഷെ നല്ല രസമാണ്. കൊച്ചു കുറുമ്പിയാണ് അവൾ കേട്ടോ. പിന്നെ ഇവിടുത്തേന്ന് വെച്ചാൽ ഭയങ്കര കുറേ വെള്ളമുണ്ട്, ഒത്തിരി വെള്ളമുണ്ട് ഈ സ്ഥലത്ത് കണ്ടോ. നമ്മൾ കാലൊക്കെ തൊട്ടുമ്പോഴത്തേക്കും അറിയാം, വെള്ളമയം അറിയാൻ പറ്റുന്നത്. ഈ പാറയുടെ ഇടയിലെല്ലാം വെള്ളമാണ്, ഒരുപാട് വെള്ളമുണ്ട്. കിണർ എവിടെ കുത്തണമെന്ന് മാത്രം നോക്കിയത്, എവിടെ കുത്തിയാലും വെള്ളമാണ്. നല്ല പാറയിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളം, നല്ല ടേസ്റ്റുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. കാരണം നല്ല തണുപ്പാണ്, ഇവിടെ നല്ല വെള്ളം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സഹായമുണ്ട് വെള്ളത്തിനെ കൊണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ ഭീകരമാണേ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുട്ടനാട്ടിൽ വെള്ളം ഇച്ചിരി പാടാണ്. പക്ഷെ ഇവിടുത്തെ വേറെയുണ്ട്. ഈ പാറയുടെ ഇടയ്ക്കെല്ലാം വെള്ളമാണ്. നമ്മളിതിൻ്റെ ഇടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട് താഴെ വെള്ളമാണ് കാണുന്നത്. അപ്പം കണ്ടോ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും വെള്ളം മാത്രം. വെള്ളം സർവത്ര വെള്ളമെന്ന് പറയത്തില്ലേ, അതാട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനി ഞങ്ങളത് ഇവിടെ നിന്ന് താഴോട്ടാണ് വഴി. ഇവിടെ ഒക്കെ ഇനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ താഴേണ്ട അപ്പുറത്ത് കാണുന്ന ഞങ്ങളുടെ കുടുംബ വീട്, തൊട്ടിങ്ങപ്പുറത്തെ വീട് വെക്കും. ഇത് നമ്മുടെ പഴയ കിണറാട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണർ. അപ്പോൾ അത് ഇങ്ങനത്തെ വെള്ളം നമുക്കിവിടെ അടിയിലാണ് വെള്ളം, പക്ഷെ ഇത് പറ്റത്തേ ഇല്ല. എപ്പോഴും വെള്ളമുണ്ട് ഇവിടെ, വെള്ളം ഉള്ളൂ. പക്ഷെ ഇത് പറ്റത്തില്ല കേട്ടോ. അടിയിൽ നിറയെ പാറയാണ്, പറ്റിപ്പോത്തേ ഇല്ല. അതുകൊണ്ട് നിറച്ച് വെള്ളം കിട്ടും, നല്ല ശുദ്ധമായ വെള്ളം. ഞങ്ങളൊക്കെ കുട്ടനാട്ടുകാരായതുകൊണ്ട് ഇങ്ങനെയുള്ള വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷന്. നല്ല തെളിഞ്ഞ വെള്ളം, നമുക്കവിടെ അങ്ങനെ അത്രയും നല്ല വെള്ളം കിട്ടത്തില്ല. നല്ല ആഴത്തിലുള്ള കിണറാട്ടോ ഇത്. നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ, കോരി എടുക്കുവാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക, വെള്ളം എങ്ങനെയാണ്. നല്ല തണുത്ത വെള്ളം. ആൽബിയ നോക്കി നിൽക്കുകയാണ് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ വെള്ളം തന്നെയാട്ടോ. അപ്പം നമ്മൾ അമ്മ വീട്ടിലൊക്കെ വരാനായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല. ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരാനും പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ. നമ്മളെല്ലാം പൈപ്പിൽ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം കയറ്റുമ്പോൾ നമ്മളിവിടെ കോരി എടുത്തിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിത് വെള്ളം കുടിക്കാവോ എന്ന് ചോദിച്ചതിനൊരു കാരണമുണ്ട്. കാരണം എപ്പോഴും തിളപ്പിച്ചല്ലേ, നമ്മളൊക്കെ വീട്ടിൽ തിളപ്പിച്ച് വെള്ളം കുടിക്കുമ്പം ഇതിങ്ങനെ കുടിക്കാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇവരെല്ലാവരും കുടിക്കുന്നതെന്ന് പറയുന്നത്, തിളപ്പിക്കാറില്ലെന്ന് പറയുന്നത്. പാറയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ, അതുകൊണ്ട് അങ്ങനെ കുടിക്കാം. അപ്പം മുഖം കഴുകാനും ഒക്കെ ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുത്ത വെള്ളമാട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാവരും പോയി, ഇനി ഞങ്ങളാണ് ലാസ്റ്റ്. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട്. മമ്മി വരും, ഞങ്ങൾ വരുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങളും തിരിച്ചു പോവാട്ടോ. അപ്പോൾ ഞങ്ങളും തിരിച്ചു പോയി. ഇനിയിപ്പം ഒരുപാട് സന്ധ്യയായിപ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേ കുറച്ച് ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ അമ്മാച്ചനൊരു കടയുണ്ട് കേട്ടോ, അവിടുന്നാണ് അമ്മമാർ അടിച്ചു മാറ്റിയിരിക്കുക കേട്ടോ. അതൊരു സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ വാങ്ങിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തത്തിലുള്ള കട, അവിടെ കയറി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടിപ്പം നിൽക്കുക കേട്ടോ. ഇവരെ കാറിൽ നിന്ന് പുറത്ത് അങ്ങനെ ഇറക്കിയില്ല, 2-3 പേര് പോയി എടുത്തുകൊണ്ട് വന്നതാണിത്. ഇവന്മാരെ ഇറക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.